നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 30 ഉത്തരായന കാലം, വസന്ത ഋതുവിൽ, ശുക്ലപക്ഷ പ്രഥമയിൽ, ഞായറാഴ്ചയും രേവതി നക്ഷത്രവും വരുന്ന ദിവസം, അതായത് കൊല്ലവർഷം 1200 ആണ്ട്, മീനമാസം 16 തീയതി, സൂര്യോദയം 6:27 AM സൂര്യ അസ്തമനം 6:32 PM, രാഹുകാലം 5:01 മുതൽ 6:32 PM വരെയും, ഗുളിക കാലം 3:30 PM മുതൽ 5:01 PM വരെയും, യമകണ്ഠകാലം 12:29 PM മുതൽ 2 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:05 PM മുതൽ 12:27 PM വരെയും, 12:31 PM മുതൽ 12:53 PM വരെയും ആണ്. ശനിയുടെ മാറ്റം 29 തീയതി രാത്രി 9:45 മഹാശനി മാറ്റം വന്നു. കുറേ പേർക്ക് അനുകൂല ഭാവങ്ങളും കുറച്ച് പേർക്ക് അല്പം കഷ്ടതകളുമൊക്കെ ഉണ്ട്. കഷ്ടതകളുള്ള രാശികളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എല്ലാം എന്ത് തരത്തിലുള്ള കഷ്ടതകളും പ്രാർത്ഥന കൊണ്ടും ചെറിയ ചെറിയ പൂജകൾ കൊണ്ടുമൊക്കെ നമുക്ക് മാറ്റാം. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്കും നമ്മുടെ പരദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു ശനിയും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ ആത്മവിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള ഊർജം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കണ്ടകശനി ഉള്ള നക്ഷത്രക്കാർ രാശിക്കാർ എന്ന് പറയുന്നത് സാധാരണ ശനിയുടെ 4-ാം ഭാവം, ജനിച്ച രാശിയുടെ 4-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും ശനി വന്നാൽ ആ ശനിയെ നമ്മൾ കണ്ടകശനി എന്ന് പറയും. 4-ാം ഭാവത്തിൽ വരുന്ന ശനിയാണെങ്കിൽ ആ ശനിക്ക് നമ്മൾ പറയുന്നത് കുടുംബ സംബന്ധമായി, വീട് നിർമ്മാണമായി, വീട് മാറ്റത്തിൻ്റെ അങ്ങനെ കുറച്ച് കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും. ശനി ഒരു രാശിയിൽ 2.5 വർഷത്തോളം ഉണ്ടാകും. അപ്പം വൃശ്ചിക രാശിക്കാർക്കായിരുന്നു 4-ാമിടത്ത് ശനി നിന്നുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നത്. പക്ഷെ അവർക്ക് ലാസ്റ്റ് സമയമായപ്പോൾ വ്യാഴം അനുകൂലമായതുകൊണ്ട് അധികം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വന്നിട്ടില്ല. ഇപ്പോൾ ധനുരാശിക്കാർക്കാണ് 4-ാമിടത്തേക്ക് ശനി വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ മെയ് 14 വരെ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അല്പം ശനിയുടെ ദോഷം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ചാത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി അവരെയൊക്കെ നമുക്ക് ഉപാസനാമൂർത്തികളായി എടുത്ത് പ്രാർത്ഥന ചെയ്യാം. ധർമ്മശാസ്താവിന് ഉത്സവത്തിൻ്റെ സമയമാണ്. ഏപ്രിൽ 2 മുതൽ 11 വരെ ശബരിമലയിൽ ഉത്സവമാണ്. അപ്പം മനസ്സറിഞ്ഞ് അയ്യപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കുക, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് ഒരു അർച്ചനയൊക്കെ നടത്തുക, പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ധനുരാശിക്കാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ശനിയുടെ ആ ഒരു അസ്വാസ്ഥ്യം അല്പം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ കറുത്ത വസ്ത്രമൊക്കെ ശനിയാഴ്ചകളിൽ ധരിക്കുന്നതും ഉത്തമമാണ്. പിന്നെ 7-ാമിടത്ത് ശനി വന്നിരിക്കുന്നത് മാർഗ തടസ്സം അല്ലെങ്കിൽ ഇണയ്ക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യം, പ്രണയം, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ കലഹമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. 7-ാം ഭാവം ഇപ്പോൾ വിവാഹം കഴിച്ചവർക്കാണെങ്കിലാണ്, അല്ലാത്തവർക്ക് അവരുടെ മാർഗ തടസ്സം വരുമെന്നാണ് പറയാറ്. ചിങ്ങൻ രാശിക്കാർക്കായിരുന്നു 7-ാമിടത്ത് ശനി വന്നിരുന്നത്. അത് കണ്ടകശനിയായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. ആ ശനിയും മാറി ഇപ്പോൾ അവർക്ക് അഷ്ടമശനിയായിട്ടുണ്ട്. എന്നാൽ കന്നി രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി 7-ാമിടത്ത് വന്നതുകൊണ്ട് അവരുടെ ഇണയുടെയും തുണയുടെയൊക്കെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. മാർഗതടസ്സം വരാനുള്ള സാധ്യതകളുണ്ട്. വ്യാഴം 9-ൽ നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനമുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
10-ാമിടത്ത് ശനി, അതായത് ജനിച്ച രാശിയുടെ 10-ാമിടത്ത് ശനിയും കണ്ടകശനിയായി കരുതുന്നത് കൊണ്ട് ഇടവൻ രാശിക്കാർക്കായിരുന്നു അങ്ങനെ കണ്ടകശനി അനുഭവിച്ചിരുന്നത്. കാർത്തികയുടെ അവസാന പാദവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്നവർക്ക് അവർക്കിപ്പോൾ ലഗ്നത്തിൽ അവരുടെ രാശിയിൽ തന്നെ വ്യാഴമുള്ളത് കൊണ്ട് ശനിയുടെ ദോഷം പൂർണ്ണമായി അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അനുകൂല സമയമാണ്. എന്നാൽ മിഥുനൻ രാശിക്കാർക്ക് വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് ഈ ശനി മാറ്റം 10-ാം ഭാവത്തിലേക്ക് വന്നപ്പോൾ കർമ്മസംബന്ധമായ അല്പസ്വല്പം ബുദ്ധിമുട്ടുകളെ അതിജീവിക്കേണ്ടതായി വരും. ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് മൂലം ഇതെല്ലാം നിയന്ത്രണത്തിൽ വരുത്താവുന്നതാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ശനി മാറ്റം ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിന്നും വ്യാഴക്ഷേത്രത്തിലേക്കുള്ള മാറ്റമായതുകൊണ്ട് ശനിക്ക് വ്യാഴക്ഷേത്രത്തിൽ അത്ര ബലമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ശനിയുടെ മാറ്റം അത്ര ബുദ്ധിമുട്ടുള്ളതായി തീരില്ല. അതുകൊണ്ട് എല്ലാവർക്കും ശനി മാറ്റം അനുകൂലമായി തന്നെ തീരട്ടെ. പിന്നെ ജനിച്ച രാശിയുടെ 12-ാം ഭാവത്തിലും ജന്മത്തിലും 2-ാം ഭാവത്തിലും വരുമ്പോഴാണ് നമ്മൾ 7ര ശനി എന്ന് പറയുന്നത്. 7ര ശനി 12-ാം ഭാവത്തിൽ വരുമ്പോൾ 25 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ശനിയുടെ ദോഷം കൂടുതലായും ബാധിക്കുന്നത്. ജന്മശനി വരുമ്പോൾ 25-നും 50-നും ഇടയിലുള്ളവർക്കും അവസാനത്തെ 2-ാം ഭാവത്തിൽ ശനി വരുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് 50 വയസ്സിന് മേൽപോട്ടുള്ളവർക്കുമാണ്. കാരണം ഒരാളുടെ ജീവിതത്തിൽ 3 പ്രാവശ്യം 7ര ശനി വരും. 3-ാമത്തെ 7ര ശനി വരുമ്പോഴേക്കും അത് ചിലപ്പോൾ അല്പം ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാം. എന്തായാലും ഈ ശനിയുടെ മാറ്റത്തെക്കുറിച്ച് വിശദമായി ഓഡിയോയും വീഡിയോയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒന്നുകൂടി ഈ 30-ാം തീയതി ഞായറാഴ്ച ശനിമാറ്റമൊക്കെ വന്ന ദിവസം പ്രത്യേകിച്ചും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കോടിയർച്ചനയൊക്കെ നടക്കുന്നു. അവിടെ വടക്ക് പുറപ്പാട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ന് ദേശതാലപ്പലി എന്ന് പറയുന്ന തെക്കാട്ടുശ്ശേരി ദേവീക്ഷേത്രത്തിലേക്കും പിന്നീട് മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും അവിടെ നിന്ന് താലം വരുന്ന ദിവസമാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾക്ക് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് മൂലം ഞായറാഴ്ച ദിവസമായതുകൊണ്ട് മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടുമ്പോൾ ഭഗവാനൊക്കെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ സാധിക്കുന്നവർ ദർശനം നടത്തി അവിടെ ജലധാരയൊക്കെ നടത്തുന്നത് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കൂടുതൽ ഉത്തമമായിരിക്കും. കഴിയുന്നവർ അത് ചെയ്യുക. അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് 108 പ്രാവശ്യമെങ്കിലും നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള കഷ്ടതകളും മാറിക്കിട്ടും. ഇനി ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെയാണ് രാശി ചക്രത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമെന്ന് നമുക്കൊന്ന് നോക്കാം. മീനത്തിൽ തന്നെയാണ് ഉദയം വന്നിരിക്കുന്നത്. മീനത്തിൽ തന്നെയാണ് സൂര്യനും ചന്ദ്രനും, മീനൻ രാശിയിൽ തന്നെയാണ് സൂര്യനും ചന്ദ്രനും വന്നിരിക്കുന്നത്. അതായത് അമാവാസി കഴിഞ്ഞ് പ്രഥമ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മീനൻ രാശിയിൽ തന്നെ സൂര്യനും ചന്ദ്രനും, അതുപോലെ തന്നെ ചൊവ്വ മിഥുനത്തിൽ, ബുധൻ വീണ്ടും മീനത്തിൽ, ഗുരു ഇടവത്തിൽ, വീണ്ടും മീനത്തിൽ തന്നെ ശുക്രനും സർപ്പിയും വന്നിരിക്കുന്നു. ഇപ്പോൾ ശനിയും മീനൻ രാശിയിൽ തന്നെയാണ്. അപ്പോൾ 6 ഗ്രഹങ്ങൾ മീനൻ രാശിയിലാണ്. ഉദയവും മീനൻ രാശിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കന്നിരാശിയിൽ കേതുവും ഗുളികോദയം വന്നിരിക്കുന്നത് ചിങ്ങൻ രാശിയിലുമാണ്. ഇനി നമുക്ക് ഇവരുടെ 27 നക്ഷത്രം, ഇങ്ങനെ ഒരു രാശിചക്രപ്രകാരം രാശിചക്രം പറയുമ്പോൾ നമ്മൾ പറയുന്നത് 7 രാശികളിലും ഇപ്പോൾ ഉദയം മുതലുള്ള സമയം ഒരു ഭാഗം, അതായത് സർപ്പിക്കും കേതുവിനും ഇടയിലുള്ള ഗ്രഹങ്ങൾ 5 ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ശൂന്യമായി കിടക്കുകയാണെങ്കിൽ കാളസർപ്പ യോഗം ഉണ്ടാകുമെന്നൊക്കെ പറയും. എന്തെല്ലാം ദോഷങ്ങളും യോഗങ്ങളും ഉണ്ടെങ്കിലും അവയുടെയൊക്കെ കാഠിന്യം കുറച്ച് നമുക്ക് ഗുണഫലങ്ങൾ നൽകുവാൻ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുക, ശനീശ്വരനെ പ്രാർത്ഥിക്കുക, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, ഓറഞ്ചോ ചുവപ്പോ ഒക്കെ നിറത്തിലുള്ള വസ്ത്രമൊക്കെ
നമസ്കരിച്ച് സൂര്യഭഗവാനെ സൂര്യഗായത്രി ജപിക്കാം. അതുപോലെ തന്നെ കഴിയുന്നതും ജയത് ജയത് സൂര്യം സപ്തലോകൈക ദീപം കിരണശമിതപാപം ക്ലേശ ദുഃഖസ്യ നാശം അരുണദിഗമഗമ്യം ആദിത്യരൂപം സകല ഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി. സന്താപനാശകരായ നമോ നമഃ. അന്ധകാരായ നമോ നമഃ. ചിന്താമണി ചിദാനന്ദായ തേ നമഃ. നീഹാരനാശകരായ നമോ നമഃ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ. സ്ഥാവരജംഗമാചാര്യായ തേ നമഃ. ദേവൈക വിശ്വൈക സാക്ഷിണേ തേ നമഃ. സത്യപ്രധാനായ തത്വായ തേ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇത്തം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. എപ്പോൾ ഉണരുന്നു ആ ഉണരുന്ന സമയത്ത് സൂര്യഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക. ആദിത്യായ നമ, ആദിത്യായ നമ, ഭാസ്കരായ നമ എന്ന് പ്രാർത്ഥിക്കുകയും കഴിയുമെങ്കിൽ ആദിത്യ ഹൃദയ സ്തോത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ ശത്രുദോഷങ്ങളും മാറി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ 27 നക്ഷത്രക്കാർക്കും സാധിക്കട്ടെ. അല്പം വൈകിയാണ് ഇന്ന് ഓഡിയോ ഇടാൻ സാധിച്ചത്, ക്ഷമിക്കുക. എല്ലാവരും ഇത് കേട്ട് പാലിക്കാൻ പറ്റുന്നത് ചെയ്യൂ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇനി 27 നക്ഷത്രക്കാരുടെയും പൊതുഫലങ്ങളൊന്ന് പറയാം. മേടക്കൂറ് ആരോഗ്യസ്ഥിതി ഇപ്പോൾ 7 ശനി ആരംഭിച്ചിരിക്കുന്നതുകൊണ്ട് അല്പം ആരോഗ്യസ്ഥിതിയിൽ അല്പം ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടതായി വന്നേക്കാം. സാമ്പത്തിക സ്ഥിതി എന്നിരുന്നാൽ തന്നെയും തൃപ്തികരമായിരിക്കും. നിക്ഷേപതുല്യമായ ധനം അനുഭവം നമുക്കുണ്ട്. ധനാനുഭവം വന്നു ചേരും. കുറച്ച് പൈസ എവിടുന്നെങ്കിലും കയ്യിൽ വന്നു ചേരുകയും അതൊന്ന് സൂക്ഷിച്ച് വയ്ക്കുവാനുള്ള ഒരു ഷോർട്ട് ടൈം പിന്നെ ഇതൊക്കെ ഇട്ട് വയ്ക്കുവാനൊക്കെ ആയിട്ട് ഒരു സമ്പാദ്യമായിട്ടൊക്കെ സൂക്ഷിച്ച് വയ്ക്കുവാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പണമിടപാട് രംഗത്ത് സാമ്പത്തിക നേട്ടത്തിനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ചർച്ചകൾ ഉണ്ടാകും. ചർച്ചകൾ നല്ല രീതിയിലാവട്ടെ. കുടുംബയോഗമൊക്കെ നടത്തുവാനുള്ള യോഗം കാണുന്നു. സുഹൃത്തുക്കളിൽ നിന്ന് അല്പം സഹായം ലഭിക്കുന്ന ദിവസമാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് മാർച്ച് അവസാനമാകുമ്പോൾ എല്ലാവർക്കും ടാക്സിൻ്റെയൊക്കെ പ്രോബ്ലം വരുന്ന ലോണുകളൊക്കെ അടച്ചില്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടുകൾ വരുന്ന ദിവസമാണ്. മാർച്ച് 31 മുമ്പ് ക്ലിയർ ചെയ്യേണ്ടതായതെല്ലാം കൊടുക്കാനും വാങ്ങാനും ഒക്കെയുള്ള ഒരു സമയമായതുകൊണ്ട് എല്ലാവരുടെയും അല്പം ധനസംബന്ധമായ പ്രശ്നങ്ങൾ അതിജീവിക്കേണ്ട ഒരു ദിവസമാണ്. കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ദിവസമായതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ശിവഭഗവാൻ ഒരു ജലധാരയൊക്കെ കഴിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ നാളത്തെ ദിവസം കൂടുതൽ ശോഭനമായി തീരാൻ ഇന്നേ കരുതി വയ്ക്കുക. ഒരു വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസമായതുകൊണ്ട് ബാങ്കുകാരൊക്കെ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കുവാനുള്ള ഒരു പണം കരുതേണ്ട ദിവസമാണ് ഇപ്പോൾ. കാരണം 31-ാം തീയതി തൊട്ട് തന്നെ വരുന്നു. അതുകൊണ്ട് അതിനുള്ള എല്ലാ സാധ്യതകളും എല്ലാവർക്കും മഹാലക്ഷ്മി അനുഗ്രഹിച്ച് എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും തീരട്ടെ. മേടൻ രാശിക്കാർക്ക് ഒരു നല്ല ശുഭദിനം സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ, കുടുംബപരദേവതയുടെ അനുഗ്രഹത്താൽ, സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം ശുഭമായി തീരട്ടെ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റം ലഭിക്കും. വാഹന സംബന്ധമായി പണച്ചെലവുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. തീർത്ഥയാത്രയ്ക്ക് അവസരം വന്നു ചേരും. സന്താനങ്ങൾ മൂലം മനസുഖം കുറയും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കും. കാര്യവിജയമുണ്ടാകും. വിവാഹാലോചനകൾ പുരോഗമിക്കും. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്താൽ രക്ഷപ്പെടും. വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് കാലതാമസം നേരിടും.
തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുക. അന്യദേശത്ത് പോയി തൊഴിൽ കണ്ടെത്തുന്നതിനൊക്കെയുള്ള ഒരു ആലോചന ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കുവാനൊക്കെയുള്ള അവസരം വന്നു ചേരുന്ന ദിവസമാണ്. ഒരു അവധി ദിവസമാണെങ്കിൽ പോലും നാളേക്കുള്ള ദിവസത്തേക്കായി കുറേ തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടതായ ഒരു ദിവസമാണ്. യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ടൊക്കെയുള്ള ദിവസമാണ്. എന്ത് തന്നെയായാലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ, കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ, ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ദിവസം ഏറ്റവും ശോഭനമായി തീരട്ടെ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതിയിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വയറിനൊക്കെ എന്തായാലും ഇത് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതെയൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ വരാൻ, ഉദര സംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതകൾ കാണുന്നു. സാമ്പത്തിക സ്ഥിതി അല്പം പ്രതിസന്ധിയിലാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറഞ്ഞു നിൽക്കും. എന്നാൽ ക്രയവിക്രയ രംഗത്ത് നിന്ന് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. പൊതുജന മധ്യത്തിൽ ശോഭിക്കുവാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തും. ഗ്രഹത്തിൽ ബന്ധുജന സമാഗമം ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കും. സന്താനങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വരുന്നതിനായി യാത്രകൾ പ്ലാൻ ചെയ്യും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട വിദ്യ അഭ്യസിക്കുന്നതിനായി പരിശീലനത്തിനൊക്കെയുള്ള മാർഗം ആരായും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിന് ശ്രമിക്കും. ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി എല്ലാ കാര്യവും മംഗളമായി ഭവിക്കും. ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ഓം നമോ നാരായണായ, ഓം നമഃശിവായ ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. യാത്രകൾ പലതും ആഹ്ലാദത്തിന് വഴിയൊരുക്കും. അപകട ദുരിതങ്ങൾ മൂലം വിഷമിച്ചിരുന്നവർക്ക് അല്പം ആശ്വാസം വന്നു ചേരുന്ന സമയമാണ്. ഇണയുമായി സന്തോഷത്തിൽ രമ്യതയോട് പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പ്രണയിതാക്കൾക്ക് അവരുടെ പ്രണയ സാഫല്യമുണ്ടാകുന്ന ദിവസമാണ്. ധനാഗമ മാർഗങ്ങൾക്ക് നല്ല മാർഗം തെളിഞ്ഞു വരും. അതുപോലെ തന്നെ പണച്ചിലവുകൾ വരുമെങ്കിലും നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഉദ്യോഗാർത്ഥികൾക്കും പുതിയ ജോലി തേടുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിന് അപേക്ഷയ്ക്ക് കൊടുക്കുവാനുള്ള ഒരു ആലോചന ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുജന പിന്തുണ വർദ്ധിക്കും. അപവാദങ്ങൾ കേൾക്കുവാനിടയുള്ളത് കൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയെ കൂടി പ്രാർത്ഥിച്ച് സൂര്യഭഗവാന്റെ അനുഗ്രഹത്തോടെ, ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ദിവസം കൂടുതൽ ശോഭനമായി തീരട്ടെ. ഓം നമഃ ശിവായ 108 പ്രാവശ്യം ജപിക്കുന്നത് ഓം നമഃ ശിവായ ശിവയേ നമ എന്നുകൂടി ചേർക്കുമ്പോൾ ദിവസം കൂടുതൽ സാർത്ഥകമായി തീരുന്നതാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹാലോചനകൾ നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുകളെ കുറിച്ച് അല്പം ഒരു ആശങ്കയൊക്കെ വന്നു ചേരാവുന്ന ദിവസമാണ്. വിദേശയാത്രാ പരിശ്രമങ്ങളൊക്കെ ഒരു വിജയസാധ്യതയിലേക്ക് എത്തിച്ചേരും. തൊഴിൽ രംഗത്ത് അല്പം ധനം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു. ധനാഗമ മാർഗങ്ങൾ ഒന്നിലേറെ കണ്ടെത്തും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനമാറ്റത്തിനുള്ള ആലോചനകളും തീരുമാനങ്ങളും ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പൊതുജന പിന്തുണ വർദ്ധിക്കുന്ന സമയമാണ്. പൊതുജന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള അവസരമുണ്ടാകും. ക്ഷേത്ര കമ്മിറ്റികളിലൊക്കെ കുടുംബയോഗങ്ങളിലൊക്കെ സ്ഥാനമാനം വന്നു ചേരുന്നതും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമയോടെ ചെയ്യുന്നതിനുള്ള ഒരു വഴി തെളിഞ്ഞു തരും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയും ഉപാസനാമൂർത്തിയുടെയൊക്കെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാകുവാൻ ഉപാസന തുടരുക. ശിവഭഗവാന് ജലധാരയൊക്കെ നടത്തുന്നത് കൂടുതൽ നന്നായിരിക്കും.
എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സൂര്യഗായത്രി ജപിക്കുന്നതും നന്നായിരിക്കും. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സന്താനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അവരുടേതായ എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ ഓർത്ത് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ളൊരവസരം വന്നു ചേരും. രോഗദുരിതങ്ങൾക്ക് ഒരു ശമനം കണ്ടെത്തും. കടബാധ്യതകൾ അല്പം വർദ്ധിക്കുന്ന സമയമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. വിവാഹാലോചനകളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വയ്യാതെ അല്പം വിഷമിക്കുന്നതായി വരും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. അപകട ദുരിതങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം, കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തോ മൂലം ഏത് തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർമ്മരംഗം കൂടുതൽ ആശ്വാസകരമായി തീരുന്നതിന് പ്രാർത്ഥനകൾ അനിവാര്യമാണ്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടെ, കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തോടെ, മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടെ ഈ ദിവസം ഏറ്റവും ശോഭനമായി തീരട്ടെ. മാനസ പൂജയും അതുപോലെ തന്നെ കുടുംബ പൂജയുമൊക്കെ ചെയ്യൂ. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിയമന ഉത്തരവുകൾ കാത്തിരിക്കാതെ കിട്ടിയ ജോലിയിൽ, അതായത് ഏത് തരത്തിലുള്ള സ്വയം പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതികൾ ആലോചിക്കുക. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനൊക്കെ പ്രൊമോഷന് സ്ഥലം മാറ്റം വരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. അപകീർത്തി സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പണച്ചെലവുകൾ വർദ്ധിക്കും. പണമിടപാട് രംഗത്ത് ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളിൽ നിന്ന് ചതിവ് പറ്റാതിരിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. സ്നേഹിതന്മാരുടെ അപ്രതീക്ഷിത വിരഹം അല്ലെങ്കിൽ അവരുടെ അകൽച്ച മാനസികമായ വിഷമത്തിന് ഇടയാക്കും. വാക്ക് പാലിക്കാൻ പറ്റാത്തത് മൂലം എല്ലാവിധത്തിലുള്ള വിഷമതകളും അനുഭവിക്കേണ്ടതായി വരുമ്പോഴെല്ലാം ആത്മസംയമനത്തോടെ നമഃശിവായ ജപിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ എന്തിനേയും അതിജീവിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സു നിറഞ്ഞ് ദീപം തെളിച്ച് അമ്മയോട് അപേക്ഷിക്കൂ. രാശിനാഥയായ മഹാലക്ഷ്മി എല്ലാവിധ അനുഗ്രഹങ്ങളും തരും. വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹാലോചനയുടെ കാര്യത്തിൽ രണ്ട് കൂട്ടരുമായി ഒരു അഭിപ്രായ ഐക്യം വന്നു ചേരുന്ന ദിവസമാണ്. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങളൊക്കെ ഒരു പരിധി വരെ അനുകൂല സാഹചര്യത്തിലേക്ക് വന്നു ചേരും. കാര്യതടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. യാത്രകൾ പലതും കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതിനുള്ള യാത്രകളായി തീരും. അപകട ദുരിതങ്ങൾ അത്ഭുതാവഹമായി ഒഴിഞ്ഞു കിട്ടും. അയൽവക്കക്കാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപവാദം കേൾക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ വരും. തൊഴിൽ രംഗം ഇനിയും അഭിവൃദ്ധിപ്പെടുവാനുള്ള സാധ്യതകൾ കാണുന്നു. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ സന്തോഷവും വന്നു ചേരുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. സന്താനങ്ങളുടെ വിവാഹാലോചനകളിൽ രക്ഷിതാക്കൾക്ക് അഭിമാനിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ വളരെ പുരോഗതിയിലെത്തിക്കുന്നതിന് സാധിക്കും. സൂര്യഭഗവാന്റെയും ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹത്തോടെ, കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തോടെ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. ക്ഷേത്ര ദർശനത്തിനുള്ള സാധ്യതകൾ വളരെ തള്ളിക്കളയാതെ യാത്രകൾ നടത്തുന്നത് ശുഭപ്രതീക്ഷ നൽകും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കയുള്ള ഒരു സമയമാണ്. കുടുംബത്തിൽ അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അസ്വസ്ഥതകൾ പരിഹരിക്കുന്നതിന് സൂര്യഗായത്രി ജപിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നതിനായി അല്പം ക്ഷമയും
എല്ലാം സഹിക്കുവാനുള്ള ഒരു ശക്തിയും ആർജിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുടുംബ സ്വത്തിൻ്റെ കാര്യത്തിൽ തർക്കങ്ങളൊക്കെ വരുമ്പോൾ തൻ്റെ അഭിപ്രായം തുറന്നു പറയാതെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാൻ ശ്രമിക്കുക. സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അഭിവൃദ്ധികരമായ സാഹചര്യം വന്നു ചേരും. ഔദ്യോഗിക രംഗത്ത് ചെറിയ രീതിയിലുള്ള കയറ്റം പ്രതീക്ഷിക്കുക. വാഹന സംബന്ധമായി അല്പം ധനച്ചെലവ് വരും. തീർത്ഥയാത്രയ്ക്കുള്ള അവസരം വരും. ആത്മീയ യാത്രകളും തീർത്ഥയാത്രകളും അനുകൂലമായ അന്തരീക്ഷം നൽകും. സന്താനങ്ങൾ മൂലം അല്പം മനസ്സന്തോഷത്തിനുള്ള സാഹചര്യം ഉണ്ടാകും. കുട്ടികളുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളിൽ മനസ്സ് സന്തോഷിക്കുന്നതിനും നമ്മളുടെ ആത്മധൈര്യം വർദ്ധിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശയാത്ര പരിശ്രമങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ ഒരു ആശ്വാസവചനങ്ങൾ കേൾക്കുന്നതിനുള്ള സാധ്യതയും വന്നു ചേരുന്നു. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിയെയും കൂടി പ്രാർത്ഥിക്കുക. കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുകയും രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിനായി ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ, ശനി ഞായറാഴ്ചയായതുകൊണ്ട് ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, സൂര്യ നമസ്കാരം ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമായിരിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ മാറ്റം, രാശിനാഥനായ ശനിയുടെ മാറ്റം അനുഗ്രഹത്തിലാണ് വന്നു ചേരുന്നത്. ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതിയും അല്പസ്വല്പം മെച്ചപ്പെടും. കൂട്ടുകാരിൽ നിന്നും ചതിവുകൾ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കഴിയുന്നതും അപ്രതീക്ഷിതമായ ധനലാഭം വരുന്നതിനിടയിൽ ചതിയുടെ എന്തെങ്കിലും ലാഞ്ചനയുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ വരുമ്പോൾ കുറച്ചുകൂടി തൊഴിൽ ഒന്ന് മാറി നിൽക്കുന്നത്, 1-2 ദിവസത്തേക്ക് മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താനങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ദിവസമാണ്. വാക്ക് പാലിക്കാൻ പറ്റാതെ അല്പം മനസ്സ് നീറേണ്ട സാഹചര്യം വരുമ്പോൾ മനസ്സമാധാനം നിലനിർത്തിക്കൊണ്ടുപോകുവാനായി ശനീശ്വരനെ പ്രാർത്ഥിക്കുക, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുക, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതൽ സന്തോഷം നൽകും. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാരയിൽ അവിടുത്തെ അർച്ചനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരുവിധം മനസ്സിന് സന്തോഷവും സമാധാനവും നൽകും. ഓം നമഃ ശിവായ ജപിക്കുന്നത്, ഓം നമോ നാരായണായൊക്കെ ജപിക്കുമ്പോൾ മനസ്സിന് സന്തോഷവും ഒരുവിധം ഒരു ആശ്വാസവും വന്നു ചേരുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ദിവസം കൂടുതൽ കാര്യക്ഷമമായി തീരട്ടെ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രയവിക്രയ രംഗത്ത് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. പൊതുജന മധ്യത്തിൽ ശോഭിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. ഗ്രഹത്തിൽ ബന്ധുജന സമാഗമം ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചന ചെയ്യും. സന്താനങ്ങൾക്ക് അനുകൂലമായ പഠനം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത അവധിക്കാലം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ആലോചനകൾ ഉണ്ടാകും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരെടുത്ത് ചെയ്യുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. കാര്യതടസ്സങ്ങളൊക്കെ അല്പസ്വല്പം മാറിക്കിട്ടും. യാത്രകളെല്ലാം അനുകൂലമായി വന്നു ചേരുന്നതാണ്. അപകട ദുരിതങ്ങൾ മൂലം വിഷമതകൾ അനുഭവിച്ചിരുന്നവർക്ക് അല്പം ആശ്വാസം വന്നു ചേരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ഒരു ജോലി കണ്ടെത്തുവാനുള്ള ഒരു സന്ദേശം എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും എപ്പോഴും അനുകൂലമായ സാഹചര്യം പ്രതീക്ഷിക്കാം. യാത്രകൾ സംഘടിപ്പിക്കുകയും ആ യാത്രകൾ കൂടുതൽ ഉല്ലാസവും കരമാകുന്നതോടൊപ്പം തന്നെ കാര്യക്ഷമമാക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും കുടുംബയോഗങ്ങളിലും അതുപോലെ ക്ഷേത്ര കമ്മിറ്റികളിലുമൊക്കെ സംസാരിക്കുന്നതിനും
കാര്യങ്ങൾ തുറന്നു പറയുന്നതിനും അവിടെ ഒരു സ്ഥാനം ലഭിക്കുന്നതിനുമൊക്കെ ഉള്ള സാധ്യത കണ്ടെത്തുന്നു. ആ സാധ്യത വന്നു ചേരുന്നതാണ്. അപ്പോൾ ഏത് തീരുമാനങ്ങളെയും ആലോചനയോടെ സ്വീകരിക്കുകയും അതിൽ വിജയിക്കുവാനായി ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുക. കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഉദരവ്യാധികളാൽ ശരീര അസ്വസ്ഥം വന്നു ചേരും. സന്താനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വിഷമിക്കേണ്ട സാഹചര്യം വന്നു ചേരും. സാമ്പത്തിക പ്രതിസന്ധി അല്പസ്വല്പം വന്നു ചേരും. പൊതുജനങ്ങളുമായി കലഹിക്കുവാനുള്ള സാഹചര്യവും വരും. യാത്രാവേളകളിൽ അത്ഭുതകരമായ ദുരിതങ്ങൾ ഒഴിഞ്ഞു കിട്ടും. തീർത്ഥാടനത്തിനുള്ള അവസരം സംജാതമാകും. വിദേശയാത്രകൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടതായ അറിയിപ്പുകൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ വരുമ്പോഴും എല്ലാം സംയമനത്തോടെ അതിനെ നിയന്ത്രിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കണം. ബിസിനസ്സിൽ സാമ്പത്തിക നഷ്ടം വരുമ്പോഴും ലാഭം എവിടെയോ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് കരുതുകയും ആ നല്ല ദിവസത്തിനായി കാത്തിരിക്കുകയും ചെയ്യുക. ശിക്ഷണ നടപടികളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരും. വണ്ടി പാർക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും പാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. താക്കോലൊക്കെ വാഹനത്തിൽ വെച്ച് മറന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധുജന സംഗമവും അതുവഴി അല്പം ഒരു സന്തോഷവും വന്നു ചേരും. ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുവാനായി ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതോടുകൂടി മനസ്സ് നിറഞ്ഞ് ഓം നമഃ ശിവായ ജപിക്കുക, ഓം നമോ നാരായണായ ജപിക്കുക, സൂര്യഗായത്രി ചൊല്ലുക. അതുപോലെ തന്നെ ആദിത്യ ഹൃദയ സ്തോത്രം കൂടി ജപിക്കുമ്പോൾ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും അവരുടെ ശക്തിക്കൊത്ത രീതിയിൽ വഴിപാടുകൾ കഴിച്ച് മാനസ പൂജ ചെയ്ത് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്താൽ ഈ ദിവസം കൂടുതൽ കാര്യക്ഷമമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസകൾ. നന്ദി, നമസ്കാരം.